ഇനി മുതൽ PCOD അഥവാ PCOS എന്ന് പറയുന്ന ഒരു രോഗമില്ല. ഞെട്ടിപ്പോയോ? എന്തായാലും ഞാൻ കൂടുതൽ കൺഫ്യൂഷനും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ആക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം PCOD എന്ന് പറയുന്ന രോഗം ലോകത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രോഗം ഇല്ല എന്ന് വൈദ്യലോകം കണ്ടുപിടിച്ചു എന്നോ ഒന്നുമല്ല. സംഭവം അവിടെ തന്നെ ഉണ്ട്. PCOD എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട്, എന്താണ് അതിൽ വന്ന മാറ്റം? PCOD എന്ന് പറയുന്ന പേര് നമ്മളൊന്നങ്ങ് മാറ്റി PMOS എന്നാക്കി. PMOS എന്ന് പറഞ്ഞാൽ എന്താ? PCODയുടെ ഫുൾ ഫോം എന്താ? പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ സിൻഡ്രോം. PMOS എന്താ? പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു രോഗത്തിന്റെ പേര് മാറ്റി ഒന്നിന്ന് വേറെ ഒന്നിലേക്ക് മാറ്റുകൊണ്ട് ആ രോഗത്തിന് എന്താ പറ്റുന്നത്? എന്താണ് അതിൽ ഇത്ര വലിയ വിശേഷം? ധാരാളം വിശേഷമുണ്ട്. നോക്കൂ, നമുക്കറിയാലോ, ചെറുപ്പക്കാരികളായിട്ടുള്ള സ്ത്രീകളിൽ പ്രത്യേകിച്ചിട്ട് അവർ ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന സമയത്ത് കുട്ടി ഉണ്ടാവാതെ വന്ധ്യത ഉണ്ടാവാനും അല്ലെങ്കിൽ കൗമാരപ്രായക്കാരികളായിട്ടുള്ള കുട്ടികളിൽ പലതരത്തിലുള്ള ബോഡി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും മെൻസ്ട്രൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പ്രധാന കാരണം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PCOD ആണ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അതറിയാം. അപ്പൊ PCOD ചെറിയ ഒരു പുള്ളിയല്ല. അപ്പോ എന്തുകൊണ്ട് ഇതിന്റെ പേര് മാറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PCOD പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുമ്പോൾ അത് എന്തോ ഓവറി അണ്ടാശയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുജനങ്ങൾക്കുള്ളിൽ ഉണ്ട് എന്നുള്ളത് മെഡിക്കൽ ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിന്റെ ചാലഞ്ചസ്? നമുക്ക് ഇതിൽ ചികിത്സിക്കേണ്ടത് ഓവറിയുടെ പ്രശ്നത്തിനെ മാത്രമല്ല. കാരണം ഈ ഓവറിയിലെ മൾട്ടിപ്പിൾ സിസ്റ്റുകൾ ഉണ്ടാവാൻ മൂലകാരണമായിട്ട് വേറെ പല സംഗതികളുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ കണ്ടെത്തി ചികിത്സിച്ചാൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് PCODയുടെ ഒരു ട്രീറ്റ്മെന്റും അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫലവും നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും ഇത് കംപ്ലീറ്റ് മനസ്സിലാക്കി കൊടുക്കാൻ ഡോക്ടർമാരും പരാജയപ്പെടുന്നു. കാരണം ഇതിന്റെ ഒരു പേര് കാരണം പോളിസിസ്റ്റിക്. അപ്പോൾ വെറും സിസ്റ്റുകൾ മാത്രം, ഓവറിയിൽ സിസ്റ്റ് ഉള്ളത് മാത്രമാണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളതാണ് ആ പേര് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ PMOS എന്ന് പറയുമ്പോൾ എന്താണ്? പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ, ഓവറി അതിലൊരു ഭാഗം മാത്രമാണ്. പോളി എൻഡോക്രൈൻ, പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ, എൻഡോക്രൈൻ പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് ടു ഹോർമോൺ. അപ്പോൾ മൾട്ടിപ്പിൾ ഹോർമോൺസ്, അതായത് മൾട്ടിപ്പിൾ ഹോർമോണൽ ഇംബാലൻസസ് അവിടെയുണ്ട്. അതിനെ നമ്മൾ അഡ്രസ് ചെയ്യണം. അത് ഇതിലെ ഒരു പ്രധാന പ്രശ്നമാണ്. അടുത്തത് മെറ്റബോളിക് സിൻഡ്രോം എന്നറിയില്ലേ? മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നതും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിനെയും നമ്മൾ അഡ്രസ് ചെയ്യണം. അവസാനമാണ് ഓവറിയൻ പ്രശ്നങ്ങൾ വരുന്നത്. സോ ഇത്രയും പ്രോബ്ലംസ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട പല പല പ്രശ്നങ്ങൾ ഓവറിയിൽ മാത്രമായി കുടുങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ പേര്, ആളുകളുടെ ഔട്ട്ലുക്ക് മാറാൻ വേണ്ടിയിട്ട് ഇതിന്റെ പേരങ്ങ് മാറ്റിയത്. അപ്പൊ പേര് മാറ്റാൻ നമുക്കറിയാലോ. ഇപ്പൊ പണ്ട് നമ്മൾ വികലാംഗർ, ഡിസേബിൾഡ് എന്ന് വിളിച്ചിരുന്നു. നമ്മൾ അത് മാറ്റിയിട്ട് ദിവ്യാംഗർ അഥവാ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നാക്കിയില്ലേ? എന്താണ് അതുകൊണ്ടുണ്ടായ മാറ്റം? ആളുകൾ അങ്ങനെയുള്ള ആളുകളെ കാണുന്ന അവരുടെ കാഴ്ചപ്പാടും ആ ദിവ്യാംഗരായിട്ടുള്ള ആളുകളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാനും വി ആർ സംതിങ് സ്പെഷ്യൽ എന്ന് അവർക്ക് തോന്നാനും നമുക്കും തോന്നാനും. മറ്റത് ഒരു നെഗറ്റീവ് വൈബാണ് അല്ലെ നമുക്ക് വികലാംഗർ എന്ന് പറയുമ്പോൾ കിട്ടുന്നത്. പക്ഷെ അതേസമയം ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഏബിൾഡ് ഡിഫറൻ്റ്ലി എന്നുള്ളത് അതൊരു പോസിറ്റീവ് നോട്ടാണ്. സോ അങ്ങനെയുള്ള ധാരാളം പേരുമാറ്റങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ മെഡിക്കൽ ലോകത്ത് ഇപ്പൊ റീസെന്റ് ഉണ്ടായ വളരെ വിജ്ഞാനകരമായിട്ടുള്ള അല്ലെങ്കിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ് PCODയിൽ നിന്ന് നമ്മൾ PMOSലേക്ക് പോയത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് എങ്ങനെയാണ് PCOD, എന്താണ് അതിന്റെ കാരണങ്ങൾ, എങ്ങനെയാണ് ചികിത്സിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. നമുക്ക് ആദ്യം തന്നെ പോളി എൻഡോക്രൈൻ എടുക്കാം. നമ്മുടെ ശരീരത്തിൽ, സ്ത്രീകളുടെ ശരീരത്തിൽ സ്ത്രീ ഹോർമോണുകളുണ്ട്, പുരുഷ ഹോർമോണുകളുണ്ട്. എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ ഹോർമോണുകളും ഉണ്ട്. പക്ഷേ സ്ത്രീ ശരീരത്തിൽ സ്ത്രീ ഹോർമോണുകൾ വളരെ ഹൈ ലെവലിലും പുരുഷ ഹോർമോണുകൾ ചെറിയ ലെവലിലും ആയിരിക്കും. പുരുഷന്മാരിൽ നേരെ തിരിച്ചായിരിക്കും. പക്ഷേ ഇതിന്റെ ഒരു സന്തുലിതാവസ്ഥ മാറ്റം വന്നാൽ എന്താ പറ്റുക? പുരുഷ ഹോർമോണുകൾ കൂടി നിൽക്കുകയും സ്ത്രീ ഹോർമോണുകൾ കുറഞ്ഞു നിൽക്കുകയും ചെയ്യുക ഒരു സ്ത്രീയിൽ. ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് PCOD ഉള്ള പല സ്ത്രീകളിലും കാണാറുണ്ട്. പുരുഷ ഹോർമോൺ ഹൈ ആയിട്ട് നിൽക്കുന്നതിന്റെ ഫലമായിട്ട് അവർക്ക് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്, നിങ്ങൾ കണ്ടിട്ടില്ലേ? മുഖത്ത് ഭയങ്കരമായിട്ട് അവർക്ക് ഹെർസ്യൂട്ടിസ് എന്ന് പറയും. അതുപോലെ തന്നെ ആക്നെ പ്രോബ്ലം, നിറച്ച് പിമ്പിൾസ് വരും. അപ്പൊ ഇതെല്ലാം പ്രധാനമായിട്ടും ഈ പുരുഷ ഹോർമോൺസിന്റെ അളവ് കൂടി നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ ആ ഹോർമോണൽ ഇംബാലൻസ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതും പുരുഷ ഹോർമോൺസിനെ കുറച്ച് സ്ത്രീ ഹോർമോണുകളുടെ ലെവൽ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതും ഈ പറയുന്ന PCODയുടെ ട്രീറ്റ്മെന്റിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ അത് ഈ പേരിൽ നിന്ന് തന്നെ വളരെ എവിഡന്റ് ആയിട്ട് അതിന്റെ ഇമ്പോർട്ടൻസിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നു കേട്ടോ. അപ്പൊ അതൊന്നാമത്തെ. രണ്ടാമത്തേത് മെറ്റബോളിക്. നമ്മുടെ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്, കഴുത്തിൽ കാണുന്ന കറുത്തപാടിന്റെ ക്ലാസ് എടുത്തപ്പോൾ ക്ലാസ് കേട്ട ആളുകൾക്ക് അറിയുണ്ടാവും. ഞാൻ ഇതിനെപ്പറ്റി അന്ന് സംസാരിച്ചിട്ടുണ്ട്. മെറ്റബോളിക് സിൻഡ്രോം, അതായത് ജീവിതചര്യ രോഗങ്ങൾ എന്ന് പറയുന്ന വലിയൊരു സംഭവം, അത് ഈ പറയുന്ന PCOD, പഴയ PCOD പുതിയ PMSന്റെ വലിയ ഒരു ഭാഗമാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അവിടുത്തെ വില്ലൻ. ഈ പറയുന്ന എല്ലാ സ്ത്രീകൾക്കും, നല്ലൊരു ശതമാനം ആളുകൾക്കും നല്ല ഒബീസിറ്റി, ഓവർ വെയിറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന ഈ പറയുന്ന കഴുത്തിലെ കറുത്ത പാടുകള്, കക്ഷത്തിലെ തൊടയിടുക്കുകൾ ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻ വില്ലൻ ആരാ? പിൻഭാഗത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇവിടുത്തെ വില്ലൻ. സോ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ
ട്രീറ്റ് ചെയ്യേണ്ടത് ഈ ഒബീസിറ്റി കുറയാനും അവരുടെ ഓവറികൾ പ്രോപ്പറായിട്ട് പണിയെടുക്കാനും പ്രോപ്പറായിട്ട് അണ്ടോൽപാദനം നടത്താനും അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് പോവാനും എല്ലാത്തിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ട്രീറ്റ് ചെയ്യാനുള്ള പല മരുന്നുകളും കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്താണെന്നറിയോ, ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ട്രീറ്റ് ചെയ്യാനുള്ള മരുന്നുകൾ വിപണികളിൽ അറിയപ്പെടുന്നത് ആന്റി ഡയബറ്റിക്, പ്രമേഹത്തിനുള്ള മരുന്നുകൾ എന്നാണ്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള മരുന്നുകൾ പെൺകുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പാരന്റ്സിന് ഭയങ്കര കൺഫ്യൂഷനാണ്. എന്തിനാണ് ഈ ഷുഗറിന്റെ മരുന്ന് എന്റെ കുട്ടിക്ക് കൊടുക്കണത്? എന്റെ കുട്ടിക്ക് ഓവറിയിൽ പ്രശ്നം മാത്രമല്ലേ ഉള്ളൂ, അണ്ടാശയത്തിന്റെ പ്രശ്നത്തിനെ മാത്രം ചികിത്സിച്ചാൽ പോരെ, നിങ്ങൾ എന്തിനാ ഡോക്ടർ ഈ ഷുഗർ പേഷ്യന്റിന് കൊടുക്കണ മരുന്ന് എന്റെ കുട്ടിക്ക് കൊടുത്തത് എന്ന് എത്രയോ പേര് വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൂടി ആ ഒരു കൺഫ്യൂഷൻ കൂടി മാറ്റാനാണ് ഈ പറയുന്ന എൻഡോക്രൈൻ, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് എന്ന് പറയുന്ന ആ ഒരു ടേം കൂടി നടുക്ക് കൊണ്ടുവന്നത്. മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം, അതിനെ ഡീൽ ചെയ്യേണ്ടത് ഈ പറയുന്ന പോളിസിസ്റ്റിക് ഓവറിയൻ പ്രശ്നങ്ങളുള്ള പെൺകുട്ടികളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ട്രീറ്റ് ചെയ്യാനുള്ള മരുന്നുകൾ ആവശ്യമായിട്ട് വരും. അടുത്തതാണ് ഓവറി. അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായിട്ട്, ഈ ഹോർമോണൽ ഇംബാലൻസിന്റെയും ഈ പറയുന്ന മെറ്റബോളിക് പ്രശ്നത്തിന്റെയൊക്കെ ഫലമായിട്ടാണ് അവർക്ക് ഓവറിയിൽ മൾട്ടിപ്പിൾ സിസ്റ്റുകൾ ഉണ്ടാവുന്നതും അവർക്ക് അണ്ടോൽപാദനം പ്രോപ്പറായിട്ട് നടക്കാത്തതും. അപ്പോൾ നമ്മൾ ഓവറിയിൽ മാത്രം കുടുങ്ങി കിടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് മറന്നു പോവുകയും ചിലപ്പോൾ ആ ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് നടക്കാതെ പോവുകയും ചെയ്യും. സോ അതുകൊണ്ടാണ് എല്ലാ അച്ഛന്മാരുടെ അറിവിലേക്കായും പറയുകയാണ്, നിങ്ങളുടെ കുഞ്ഞിന് അത് ഇപ്പോൾ കൗമാരപ്രായക്കാരുള്ള കുട്ടികളിലോ ചെറുപ്പക്കാരികളിലോ ഇറഗുലർ പീരീഡ്സ്, ക്രമം തെറ്റി പീരീഡ് വരിക, വളരെ കുറച്ച് ബ്ലീഡിങ് മാത്രം പോവുക, അതുപോലെ തന്നെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഇങ്ങനെ കുറേ ഹെയർ വരിക, നിറച്ച് പിമ്പിൾസ് വരിക, മുടി കൊഴിഞ്ഞു പോവുക, ഓവറായിട്ട് വെയിറ്റ് വെക്കുക, കഴുത്തിലും തൊടയെടുക്കുകളിലൊക്കെ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് പറയുന്ന ആ കറുപ്പ് കളറിലുള്ള പാടുകൾ വരിക, ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളത് വെച്ചിരിക്കരുത്. കാരണം ഈ പറയുന്ന പല 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 പ്രശ്നങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക്. ഇനി ഒരു കാര്യം കൂടി പറയാം, ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, PMOS ഉള്ള ഒരു കുഞ്ഞിന് ചിലപ്പോൾ ഓവറിയിൽ സിസ്റ്റുകൾ കാണണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഒബീസിറ്റിയും ഈ അക്കാന്തോസിസ് നൈഗ്രിക്കൻസും ഇറഗുലർ പീരീഡ്സ് ചിലപ്പോൾ നോർമൽ ആയിരിക്കാം, പീരീഡ്സ് ഒക്കെ നോർമലായിട്ട് നടക്കുന്നുണ്ടായിരിക്കും, ഓവറി നോർമലും ആയിരിക്കും. എന്നാൽ അവർക്ക് ഈ പറയുന്ന പോളി എൻഡോക്രൈൻ മെറ്റബോളിക് പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. അതും വരുന്നത് PMOSലാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇത് ഒരു സ്പെക്ട്രമാണ്, കുറേ പ്രശ്നങ്ങളുടെ ഒരു സ്പെക്ട്രമാണ്. അതിലൊന്നു മാത്രമാണ് ഓവറിയുടെ പ്രശ്നം. ഓവറി നോർമൽ ആയ ഒരു കുഞ്ഞിലും PMOS ഉണ്ടായിരിക്കാം. സോ നമ്മൾ ചികിത്സിക്കേണ്ടത് ഈ പറയുന്ന ഹോർമോണൽ ഇംബാലൻസിനെയും ഇൻസുലിൻ റെസിസ്റ്റൻസിനെയുമാണ്. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നതാണ് PMOS. ഇപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി എന്തൊക്കെ ടെസ്റ്റുകളാണ് നടത്തുക? ഞാൻ പറഞ്ഞില്ലേ, നമുക്കിതെല്ലാം കണ്ടുപിടിക്കാനുള്ള ഹോർമോണൽ ടെസ്റ്റുകൾ ആവശ്യമായിട്ട് വരും. ചില പ്രത്യേക ഹോർമോൺസിന്റെ, പ്രൊലാക്റ്റിൻ പോലെയുള്ള പല ഹോർമോൺസിന്റെയും ലെവലുകൾ ആ കുട്ടിയുടെ ശരീരത്തിൽ എത്രയുണ്ടെന്ന് നോക്കേണ്ടി വരും. സ്കാനിങ് നിർബന്ധമായിട്ട് എടുക്കണം. ഓവറി നോർമൽ ആണോ അതോ പോളിസിസ്റ്റിക് ആണോ എന്നറിയാൻ വേണ്ടി സ്കാനിങ് എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടോ എന്ന് അറിയാൻ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കണം, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കണം, അങ്ങനെ ഷുഗർ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കണം, HbA1c നോക്കണം. അങ്ങനെ കുറേ ടെസ്റ്റുകൾ നമുക്കിതിൽ ചെയ്തു നോക്കിയാൽ മാത്രമേ PMOSലെ ഏതൊക്കെ ഫാക്ടറുകൾ, ഏതൊക്കെ പ്രശ്നങ്ങൾ ആ കുട്ടിയുടെ PMOSൽ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവാം, മെറ്റബോളിക് പ്രശ്നം ഉണ്ടാവാം, ഓവറിയിൽ സിസ്റ്റം ഉണ്ടാവാം. ചിലപ്പോൾ ഓവറി നോർമൽ ആയിരിക്കും, ഇൻസുലിൻ റെസിസ്റ്റൻസും മെറ്റബോളിക് പ്രശ്നങ്ങളും മാത്രമേ ഉണ്ടാവൂ. ചിലപ്പോൾ മെറ്റബോളിക് പ്രശ്നം മാത്രമായിട്ടും ചിലപ്പോൾ ഇത് കാണാറുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടെത്തിയാണ് ട്രീറ്റ്മെന്റ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ എല്ലാം വളരെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരിക്കലും ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് PMOS ഉള്ള കുട്ടിക്ക് എന്തിനാണ് ഷുഗർ കുറയ്ക്കാനുള്ള മരുന്ന് കൊടുത്തത്, എന്തിനാണ് ഹോർമോണൽ മരുന്ന് കൊടുത്തതെന്ന് ചോദിക്കരുത് കേട്ടോ. കാരണം ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്, ഇതിന്റെ ഫലമായിട്ടാണ്, ഈ കാരണങ്ങൾ മൂലമാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ ഓവറിയിൽ ഇത്രത്തോളം സിസ്റ്റുകൾ ഉണ്ടാവുകയും അത് ഒരു പീരീഡ്സിന്റെ പ്രശ്നമായിട്ട് പുറത്തേക്ക് മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്ത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാ അച്ഛനമ്മമാരിലേക്ക് എത്തിക്കുക, എല്ലാ പെൺകുട്ടികളിലേക്കും എത്തിക്കുക. കാരണം PCOD എത്ര വലിയ വില്ലനാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ അടുത്ത ടോക്കുമായിട്ട് കാണുന്നത് വരെ ബൈ.